സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് തുടരും. തിയേറ്ററുകളിൽ കളം നിറഞ്ഞാടുകയാണ് ഫാമിലി ഡ്രാമ ചിത്രമായ തുടരും. തീർത്തും ഫാമിലി ഇമോഷൻസിനും ത്രില്ലിങ്ങും ഫൈറ്റും മാസും നിറച്ചാണ് മോഹൻലാൽ ചിത്രം എത്തിയത്. ഓപ്പറേഷൻ ജാവയിലൂടെ ജനശ്രദ്ധ നേടിയ തരുൺ മൂർത്തി തുടരും സംവിധാനം ചെയ്തപ്പോൾ തന്നെ അത്ഭുതമായിരുന്നു മലയാളികൾക്ക് സമ്മാനിച്ചത്. മലയാള സിനിമയിൽ സമീപകാലത്ത് മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും നേടിയ ചിത്രമാണ് തുടരും. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വൻ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. സിനിമയുടെ മേക്കിങ്ങും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുകയാണ് എന്നാണ് സിനിമ റിലീസായതു മുതൽ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. ഇത് പ്രേക്ഷകർ മനസ്സറിഞ്ഞ് പറയുന്നതാണ്. അതെ, അവരുടെ പ്രിയ ലാലേട്ടൻ തിരികെ എത്തിയെന്നാണ് എല്ലാവരും പറയുന്നത്. ഏപ്രിൽ 25-നായിരുന്നു തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്തത്. റിലീസാകുന്നതിന് മുന്നേ തന്നെ ചിത്രത്തിന് പ്രീ റിലീസ് പബ്ലിസിറ്റി അത്രയുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യ ഷോകൾ പിന്നിട്ടതോടെ ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഇത് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ട കാര്യമാണ്. ചിത്രത്തിന് അണിയറ പ്രവർത്തകർ നൽകിയ പബ്ലിസിറ്റിയേക്കാൾ കൂടുതൽ ഹൈപ്പ് പ്രേക്ഷകർ നൽകിയെന്ന് തന്നെ പറയാം. ആഗോളതലത്തിൽ ചിത്രം അതിവേഗമാണ് 100 കോടിയും 200 കോടിയും പിന്നിട്ടത്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി ക്ലബിലും ചിത്രമെത്തി. ചിത്രം 100 കോടി ക്ലബിൽ വിദേശത്തും കൊയ്തിരിക്കുകയാണ്. വിദേശത്തു നിന്ന് മാത്രം ഇത്രയധികം റെക്കോർഡ് നേടിയ ചിത്രം വേറെയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനത്തിന് മികച്ച അഭിപ്രായമാണ് നേടുന്നത്. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. രജപുത്രിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനത്തിനും ഡാൻസിനും ഫൈറ്റിനും മികച്ച കയ്യടി തന്നെയാണ് അങ്ങോളം ഇങ്ങോളം നേടുന്നത്. തമിഴിലും ചിത്രം സൂപ്പർ ഹിറ്റായി ഓടുകയാണ്. തങ്ങളുടെ മലയാള സിനിമയിലെ പഴയ മോഹൻലാലിനെ തിരിച്ചെത്തിയെന്നാണ് ആരാധകർ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും പ്രേക്ഷകരും സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടാകും. ചിത്രം വൻ തുകയ്ക്കാണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ആണ് ചിത്രം സ്വന്തമാക്കിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തുടരും OTTയിലൂടെ ആസ്വദിക്കാനും കുറേയധികം ആരാധകർ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് വന്നോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ചിത്രം OTTയിൽ എത്തുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ ഇപ്പോൾ നിരാശയാണ് ഫലം. അതായത് മോഹൻലാലിന്റെ തുടരും ഇപ്പോഴൊന്നും OTTയിൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയ മോഹൻലാൽ ചിത്രം OTT റിലീസിനെത്തുമ്പോഴും വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് തീർച്ചയാണ്. കാരണം മറ്റു ഭാഷകളിലും സിനിമ പ്രശംസ നേടി മുന്നേറുകയാണ്. തിയേറ്ററുകളിലെ ഗംഭീര പ്രകടനം നേടി മുന്നേറുന്ന തുടരും പക്ഷേ OTT പ്രേക്ഷകർക്ക് ഇപ്പോൾ തൽക്കാലം നിരാശയാണ് നൽകുന്നത്. എന്താണ് കാരണമെന്നാൽ തിയേറ്റർ ഓട്ടം കഴിഞ്ഞ 4 ആഴ്ച കഴിഞ്ഞിട്ടും സിനിമയുടെ OTT അപ്ഡേറ്റ്സ് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. വൻ ബജറ്റിലും ഹൈപ്പിലും എത്തിയ മോഹൻലാൽ ചിത്രമായ എമ്പുരാന് പോലും OTT പ്ലാറ്റ്ഫോമുമായി പ്രീ റിലീസ് കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തുടരുമെന്ന ചിത്രത്തിന് അതിന് സാധിച്ചിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.